ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Legaldais. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് ക്രൈംസിലെ ഇന്ത്യൻ പീനൽ കോഡ് 1860 ആണ്. അപ്പോൾ നമുക്കറിയാം ലോയ്ക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. സിവിൽ എന്നും ക്രിമിനൽ എന്നും രണ്ടായിട്ട് ലോയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് വീണ്ടും വരുന്ന ക്ലാസിഫിക്കേഷനാണ് സബ്സ്റ്റാൻറ്റീവ് ആൻഡ് പ്രൊസീജിയറൽ ലോ എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കായിട്ട് എന്തൊക്കെയാണ്, ഒരു റൈറ്റ്സ്, ലയബിലിറ്റീസ്, അതുപോലെ തന്നെ ഒഫൻസുകൾ, പണിഷ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും സബ്സ്റ്റാൻറ്റീവ് ലോയിൽ വരുന്നത്. അതേസമയം പ്രൊസീജിയറൽ ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ പ്രൊസീജിയേഴ്സാണ് അതിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ IPC, ഇന്ത്യൻ പീനൽ കോഡ് 1860 എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റാൻറ്റീവ് ക്രിമിനൽ ലോ ആണ്. അതിൻ്റെ അകത്ത് ഒഫൻസുകളും അതിൻ്റെ പണിഷ്മെൻറ്റ്സുമാണ് പറയുന്നത്. ഈ പറയുന്ന ഒഫൻസുകൾ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് എങ്ങനെ, അയാൾ ഒഫൻസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഇതൊക്കെ നമ്മൾ കണ്ടെത്തുന്നതും അയാൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് വരെയുള്ള ആ ഒരു സ്റ്റേജ്, അത്രയും ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് പറയുന്നതാണ് പ്രൊസീജിയറൽ ക്രിമിനൽ ലോയായ CRPCയിൽ പറയുന്നത്. അപ്പോൾ സബ്സ്റ്റാൻറ്റീവ് ക്രിമിനൽ ലോയായ IPCയുടെ പ്രൊസീജിയറൽ ക്രിമിനൽ ലോയാണ് CRPC എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ ലോ ഓഫ് ക്രൈംസിൽ ഫസ്റ്റ് പഠിക്കാനുള്ളതാണ് IPC അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് 1860 എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു ഇന്ത്യൻ പീനൽ കോഡിനെ പറ്റി പറയുന്നതിന് മുന്നേ തന്നെ എന്താണ് ക്രൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രൈം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് എന്തൊക്കെ മെഷറാണ് എടുക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു സൊസൈറ്റിയിൽ സ്റ്റേറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ അല്ലെങ്കിൽ ലെജിറ്റിമേറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പീസ് ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സമൂഹത്തിൽ സമാധാനം നിലനിർത്തുക, അതാണ് ഒരു സ്റ്റേറ്റിൻ്റെ ഏറ്റവും സോവറിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യർക്കും സമൂഹത്തിൽ പേടിയില്ലാതെ, അതായത് അവരുടെ ലൈഫിനും അവരുടെ പ്രോപ്പർട്ടിക്കും ഒരു തരത്തിലുള്ള ഇഞ്ചുറിയും സംഭവിക്കത്തില്ല എന്നുള്ളൊരു പേടിയില്ലാതെ പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റണമെങ്കിൽ ആ സൊസൈറ്റിയിൽ എന്തുണ്ടായിരിക്കണം? സമാധാനവും ആ ഒരു ഓർഡറും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പോൾ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആക്റ്റുകളും ചില ഒമിഷൻസും പറഞ്ഞിട്ടുണ്ട്. അതായത് ഹ്യൂമൻ ബീയിങ്സ് കുറച്ച് ആക്റ്റുകളും ഒമിഷൻസും ചെയ്യരുത് എന്ന് പറഞ്ഞ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. നിയമം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലോ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ആക്റ്റുകളോ അല്ലെങ്കിൽ ഒമിഷൻസോ ഏതെങ്കിലും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്തതെന്ന് നമുക്ക് കണക്കാക്കാം. അയാളൊരു ക്രിമിനൽ റോങ് ആണ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനനുസരിച്ച് നിയമം അയാൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? സ്റ്റേറ്റിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നതാണ് മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത്. ആ ഒരു പ്രൈമറി ഫങ്ഷൻ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് ക്രിമിനൽ ലോ അല്ലെങ്കിൽ പീനൽ ലോ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ആ ഒരു ഫങ്ഷൻ അതായത് മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നൊരു ഫങ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് അഡോപ്റ്റ് ചെയ്യുന്ന മെഷർ എന്ന് പറയുന്നത് എന്താണ്? ത്രെറ്റ് ഓഫ് പണിഷ്മെൻ്റ് ആണ്. പണിഷ്മെൻറ്റ് പേടിച്ചിട്ടാണ് പലരും ഓരോ ഒഫൻസുകളും ചെയ്യാനായിട്ട് പേടിക്കുന്നത്. അവരെ പേടിപ്പിക്കാനുള്ള അതിൻ്റെ ഈ ഒരു ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സ്റ്റേറ്റ് അഡോപ്റ്റ് ചെയ്യുന്നൊരു മെഷറായിട്ടാണ് നമ്മൾ ത്രെറ്റ് ഓഫ് പണിഷ്മെൻറ്റിനെ പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രിമിനൽ ലോയുടെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ ദ സൊസൈറ്റി. ഇതിപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് സ്റ്റേറ്റിൻ്റെ ഫങ്ഷനെയും മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ പീസ് ആൻഡ് ഓർഡറിനെ പറ്റിയാണ് പറഞ്ഞത്. അതുപോലെ നമ്മൾ പറയുന്നതാണ് ക്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്. ഇപ്പോൾ ലോ ഓഫ് ക്രൈംസ് എന്ന് പറഞ്ഞു. ക്രൈം എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്രൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ആക്ട് or omission which the law punishes. ലോ പണിഷ് ചെയ്യുന്ന ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു ഒമിഷനെ നമുക്ക് ക്രൈം എന്ന് വിളിക്കാം. അപ്പം ഒരു പ്രവൃത്തി ആയിരിക്കാം, നമ്മൾ
ഒരു ആക്ട് ചെയ്യുന്നു, ഒരു പ്രവൃത്തി ചെയ്യുന്നു, അതല്ലെങ്കിൽ ഒരു ഒമിഷൻ വരുത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യാതെ ഇരിക്കുകയാണ്. അതാണ് ഒമിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിയമം നമ്മളെ പണിഷ് ചെയ്യുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ എന്തെന്ന് വിളിക്കും? ക്രൈം എന്ന് വിളിക്കും. അതുപോലെ ഒരു ക്രൈമിനെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? അതൊരു പബ്ലിക് റോങ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എപ്പോഴും ക്രൈം എന്ന് പറയുമ്പോൾ ആർക്കെതിരെ ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത്? ആ ഒരു ഇൻഡിവിജ്വലിനെതിരെ മാത്രമല്ല, സ്റ്റേറ്റിനെതിരെ മൊത്തത്തിലുള്ളൊരു ഒഫൻസായിട്ടാണ് നമ്മളൊരു ക്രൈമിനെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ആ ഒരു പബ്ലിക്കിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഒരു ക്രൈമിനെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ, ഒരു ഒഫൻസ് നടന്നു കഴിഞ്ഞാൽ, ഒരു ക്രിമിനൽ ഒഫൻസ് നടക്കുന്ന സമയത്ത് അത് സ്റ്റേറ്റിനെതിരെ ആയതുകൊണ്ട് തന്നെ ആയതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റിന് സ്വമേധയെ കേസ് കൊടുക്കാൻ പറ്റും. ആ ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു വിക്ടിം പോയി കേസ് കൊടുത്തില്ലെങ്കിൽ പോലും സ്റ്റേറ്റിന് കേസ് കൊടുക്കാൻ പറ്റും. അതാണ് ക്രൈമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്, സ്റ്റേറ്റിന് കൊടുക്കാൻ പറ്റുന്നത്? കാര്യം എല്ലാ ക്രൈമുകളും നമ്മൾ സ്റ്റേറ്റിനെതിരെ ചെയ്തതായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ക്രൈം ഈസ് കൺസിഡേർഡ് ടു ബി എ പബ്ലിക് റോങ് എന്നുള്ളൊരു കാര്യം. ഇനി നമ്മൾ ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ട്. ക്രൈം എന്ന് പറയുന്നൊരു ടേമിന് കുറേ ആൾക്കാർ, കുറേ ജൂറിസ്റ്റുകൾ കുറേ ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 1-2 പേരെ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെയാണ് സർ വില്യം ബ്ലാക്ക്സ്റ്റോൺ എന്ന് പറയുന്നത്. സർ വില്യം ബ്ലാക്ക്സ്റ്റോൺ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, എ ക്രൈം ഈസ് ആൻ ആക്ട് കമ്മിറ്റഡ് ഓർ ഒമിറ്റഡ് ഇൻ വയലേഷൻ ഓഫ് പബ്ലിക് ലോ ഫോർബിഡിങ് ഓർ കമാൻഡിങ് ഇറ്റ്. അതായത് ക്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യുകയോ ചെയ്യുകയാണ്. അത് എന്തിനെതിരായിരിക്കും? ഒരു പബ്ലിക് ലോയ്ക്ക് എതിരായിരിക്കും. എന്ന് വെച്ചാൽ ആ ഒരു പബ്ലിക് ലോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ആക്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത് ചെയ്യരുതെന്നോ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഫോർബിഡ് ചെയ്തോ കമാൻഡ് ചെയ്ത ഒരു കാര്യത്തിന് വയലേഷനായിട്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തിയെ നമ്മൾ എന്തെന്ന് വിളിക്കും? ക്രൈം എന്ന് വിളിക്കും. അതാണ് സർ വില്യം ബ്ലാക്ക്സ്റ്റോണിൻ്റെ ഡെഫിനിഷൻ. അതിനുശേഷം സർ ജെയിംസ് സ്റ്റീഫൻ്റെ ഒരു ഡെഫിനിഷനുണ്ട്. എ ക്രൈം ഈസ് ആൻ ആക്ട് ഓർ ഒമിഷൻ ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ലീഗൽ പണിഷ്മെൻറ്റ് മേ ബി ഇൻഫ്ലിക്റ്റഡ് ഓൺ ദ പേഴ്സൺ ഹൂ ഈസ് ഇൻ ഡിഫോൾട്ട് എയ്തർ ബൈ ആക്ടിങ് ഓർ ഒമിറ്റിംഗ് ടു ആക്ട്. അവിടെ എന്താ പറയുന്നത്? ക്രൈം എന്ന് പറഞ്ഞാൽ ഒരു ആക്ട് അല്ലെങ്കിൽ ഒമിഷനാണ്. അവിടെ ഒരാളുടെ മേൽ, അതായത് ആരാണോ ആ ഒരു ആക്ട് ചെയ്യുന്നത്, അയാൾ ആക്ട് ചെയ്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്തതിൻ്റെ പേരിലോ അയാളുടെ മേൽ പണിഷ്മെൻറ്റ് ഇൻഫ്ലിക്റ്റ് ചെയ്യപ്പെടും, ലീഗൽ പണിഷ്മെൻറ്റ് ഇൻഫ്ലിക്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ ആ ഒരു ആക്ടിനെ അല്ലെങ്കിൽ ഒമിഷനെ വിളിക്കുന്ന പേരാണ് ക്രൈം എന്ന് പറയുന്നത്. അതുപോലെ കെന്നി എന്ന് പറയുന്ന ഒരാളുടെ ഡെഫിനിഷനുണ്ട്. അദ്ദേഹം എന്താ പറയുന്നത്? ക്രൈംസ് ആർ റോങ്സ് ഹൂസ് സാങ്ഷൻ ഈസ് പ്യൂണിറ്റീവ് ആൻഡ് ഇൻ നോ വേ റെമിസിബിൾ ബൈ എനി പ്രൈവറ്റ് പേഴ്സൺ ബട്ട് ഈസ് റെമിസിബിൾ ബൈ ദ ക്രൗൺ ഓർ ദ സ്റ്റേറ്റ് എലോൺ ഇഫ് റെമിസിബിൾ അറ്റ് ഓൾ. എന്ന് പറഞ്ഞാൽ ക്രൈം എന്ന് പറഞ്ഞാൽ തെറ്റുകളാണ്, റോങ്സ് ആണ്. അത് കൊടുക്കുന്ന റിസൾട്ട് അല്ലെങ്കിൽ റെമഡി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പണിഷ്മെൻറ്റ്സ് ആയിരിക്കും. ആൻഡ് ഇൻ നോ വേ റെമിസിബിൾ ബൈ എ പ്രൈവറ്റ് പേഴ്സൺ. ഒരു പ്രൈവറ്റ് പേഴ്സൺ അതിനെ റെമിസ് ചെയ്യാൻ പറ്റത്തില്ല, ഫോർഗീവ് ചെയ്യാൻ പറ്റത്തില്ല. അത് അങ്ങനെ പറ്റുന്നതാണെങ്കിൽ ആർക്കേ പറ്റത്തുള്ളൂ? സ്റ്റേറ്റിനോ അല്ലെങ്കിൽ ക്രൗണിന് മാത്രമേ അത് പറ്റത്തുള്ളൂ. അതാണ് കെന്നിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം പ്രൊഫസർ ഗുഡാർട്ടിൻ്റെ ഒരു ഡെഫിനിഷനുണ്ട്. എ ക്രൈം ഈസ് എനി ആക്ട് വിച്ച് ഈസ് പണിഷ്ഡ് ബൈ ദ സ്റ്റേറ്റ്. അതൊരു സിമ്പിൾ ഡെഫിനിഷനാണ്, നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നൊരു ഡെഫിനിഷനാണ്. എന്താണ്? എ ക്രൈം ഈസ് എനി ആക്ട് വിച്ച് ഈസ് പണിഷ്ഡ് ബൈ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് പണിഷ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആക്ടിനെ നമുക്ക് എന്തെന്ന് പറയാം? ക്രൈം എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു പണിഷ്മെൻ്റ് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഒരു ക്രൈം ചെയ്ത ആൾക്ക് കൊടുക്കുന്നത് പണിഷ്മെൻ്റാണ്. അപ്പോൾ ആ ഒരു പണിഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ പല തരത്തിലുണ്ട്. എല്ലാവർക്കും നമ്മൾ ഒരേ പണിഷ്മെൻ്റ് അല്ല കൊടുക്കുന്നത്. ഒഫൻസിനനുസരിച്ച് ആ ഒരു പണിഷ്മെൻറ്റ് മാറും. അപ്പോൾ ആ ഒരു കൈൻഡ്സ് ഓഫ് പണിഷ്മെൻറ്റ് എവിടെ തൊട്ട് എവിടെ വരെ റേഞ്ച് ചെയ്യാം? വാർണിംഗ് തൊട്ട് ഡെത്ത് സെൻറ്റൻസ് വരെ പോകാം. ചിലപ്പോൾ ഒരു ഒഫൻസിന് അയാൾക്ക് വാർണിംഗ് കൊടുത്ത് വിടാവുന്ന ഒഫൻസ് അയാൾ ചെയ്ത് കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് വാർണിംഗ് കൊടുത്ത് വിടാൻ പറ്റും. അതല്ലെങ്കിൽ ഒരാളെ
ഡെത്ത് സെൻറ്റൻസ് കൊടുക്കാവുന്ന പണിഷ്മെൻറ്റ്സ് വരെ നമുക്ക് ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു നിയമം ഒരാൾ ചെയ്ത തെറ്റിന് പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ലോ അവാർഡ്സ് പണിഷ്മെൻറ്റ് ഫോർ എ റോങ് ഇറ്റ് ഈസ് നോൺ ആസ് എ ക്രിമിനൽ ലോ ഓർ പീനൽ ലോ. അങ്ങനെയുള്ള നിയമത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പീനൽ ലോ എന്നോ അല്ലെങ്കിൽ ക്രിമിനൽ ലോ എന്നോ വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഒറ്റ പീനൽ ലോ ഒന്നും അല്ല ഉള്ളത്. ഒരുപാട് പീനൽ ലോസ് ഉണ്ട്, ഒരുപാട് പീനൽ പ്രൊവിഷൻസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഇന്ത്യൻ പീനൽ കോഡ് 1860 എന്ന് പറയുന്നത്. അതുപോലെ ഒത്തിരി പീനൽ ലോസ് നമുക്ക് ഇന്ത്യയിലുണ്ട്. എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ആംസ് ആക്ട് 1959, the Drugs and Cosmetics Act 1940, the Immoral Traffic Prevention Act 1956, the Motor Vehicles Act 1988, the Negotiable Instruments Act 1881, the Narcotic Drugs and Psychotropic Substances Act 1885, the Prevention of Damaged Public Property Act 1984, the Food Safety and Standards Act 2006. ഇതൊക്കെ കുറച്ച് പീനൽ ലോസിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് 1860 എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള എൻറ്റയർ ക്രിമിനൽ ലോ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു എക്സോസ്റ്റീവ് ക്രിമിനൽ ലോയും അല്ല. ഇനി നമുക്ക് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ പറയുന്നത്. എങ്ങനെ ഇന്ത്യൻ പീനൽ കോഡ് വന്നു, ഇങ്ങനെ ഒരു നിയമത്തിൻ്റെ കോഡിഫിക്കേഷൻ എങ്ങനെയായിരുന്നു, അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം ഇന്ത്യയിൽ മനുവിൻ്റെ കാലം തൊട്ടേ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഈ മനുസ്മൃതി എഴുതിയ മനു എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ടൈമിൽ തന്നെ ഒരുപാട് ഒഫൻസുകൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഒഫൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, ചീറ്റിങ്, അഡൾട്ടറി, തെഫ്റ്റ്, റോബറി, അസോൾട്ട്, ഫോൾസ് എവിഡൻസ്, ഇതുപോലുള്ള ഒരുപാട് റേപ്പ്, ഇതൊക്കെ ഒഫൻസുകളായിട്ട് മനുവിൻ്റെ കാലം തൊട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് ഈ കിങ്, നമുക്കറിയാം രാജഭരണമൊക്കെ ആയിരുന്ന സമയത്ത് കിങ് എന്ത് ചെയ്യും? ആ പ്രജകളെ സംരക്ഷിക്കും. പകരം പ്രജകൾ എന്ത് ചെയ്യും? കിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ റവന്യൂ ആയിട്ട് ടാക്സ് ചിലപ്പോൾ പേ ചെയ്യും. ഇങ്ങനെയൊക്കെ ആയിരിക്കും സബ്ജക്ട്സ് ചെയ്യുന്നത്. അപ്പം നീതി നടപ്പാക്കുന്നത് ആരുടെ ജോലിയായിരുന്നു? ആ സമയത്ത് കിങ് ആയിരുന്നു ചെയ്യുന്നത്. രാജാവിൻ്റെ കൽപ്പന അനുസരിച്ചായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം രാജാവായിരിക്കും ജസ്റ്റിസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആളെന്ന് പറയുന്നത്. ഇനി സപ്പോസ് രാജാവിന് എന്തെങ്കിലും കാരണം കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രാജാവ് തന്നെ ഒരു ജഡ്ജിനെ അങ്ങ് എൻട്രസ്റ്റ് ചെയ്യും, ആ ഒരു ഡ്യൂട്ടി അങ്ങ് കൊടുക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തതിന്, എന്തെങ്കിലും ഒരു ഒഫൻസ് ചെയ്തതിന് അയാൾ ആ ഒരു ക്രിമിനലിന് ഫൈൻ നമുക്കറിയാമല്ലോ, ഫൈൻ എന്ന് പറയുന്നതും ഒരു കൈൻഡ് ഓഫ് പണിഷ്മെൻ്റാണ്. അപ്പോൾ അങ്ങനെ ആ ഫൈൻ കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടോട്ടായിരിക്കും പോകുന്നത്? ആ ക്രിമിനൽ ആ ഫൈൻ അടയ്ക്കുന്ന സമയത്ത് ആ ഫൈൻ എന്ന് പറയുന്ന ആ ഒരു തുക ചെല്ലുന്നത് കിങ്ങിൻ്റെ ട്രഷറിയിലായിരിക്കും. അല്ലാതെ കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ആ ഒരു വിക്ടിമിന് കിട്ടത്തില്ലായിരുന്നു. പകരം കിങ്ങിൻ്റെ ട്രഷറിയിലേക്കായിരുന്നു പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് നിയമങ്ങളായിരുന്നു, ആ സമയത്തുണ്ടായിരുന്ന കുറച്ച് പ്രാക്ടീസസ് ആയിരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം പല റൂളേഴ്സ് വരുന്ന അനുസരിച്ച് പല പല നിയമങ്ങൾ വന്നു. അപ്പം ബ്രിട്ടീഷേഴ്സ് വന്നു. ആ ഒരു സമയത്ത് ഇന്ത്യയിൽ ഫോളോ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ മുസ്ലിം ക്രിമിനൽ ലോ ആയിരുന്നു. മെജോറിറ്റി ഇന്ത്യയിലെ ഭാഗങ്ങളിലും ഫോളോ ചെയ്തിരുന്നത് മുസ്ലിം ക്രിമിനൽ ലോ ആയിരുന്നു. അപ്പം ഈ ബ്രിട്ടീഷ് പാറ്റേണിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ലോ അവർ അഡോപ്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ അത് യൂണിഫോം അല്ലായിരുന്നു. അതായത് എല്ലായിടത്തും ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും യൂണിഫോം ആയിട്ടൊരു നിയമമൊന്നും ആ സമയത്ത് വന്നിട്ടില്ല. പലയിടത്തും പലതരത്തിലുള്ള നിയമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഏതൊക്കെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രാക്ടീസസ് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നീടും ഒരുപാട് റെഗുലേഷൻസൊക്കെ പാസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ പോകുന്നത്. 1835 ആദ്യത്തെ ലോ കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്തു ഇന്ത്യയിൽ. ഫസ്റ്റ് ലോ കമ്മീഷൻ ഇന്ത്യയിൽ അപ്പോയിൻറ്റഡ് ആയത് 1835 അപ്പോൾ ആ സമയത്ത് അതിൻ്റെ അകത്ത് എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 4 മെമ്പേഴ്സായിരുന്നു ഈ ഫസ്റ്റ് ലോ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്.
അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ലോർഡ് TB മക്കോളെ ആയിരുന്നു. അപ്പോൾ ഈ 1835 ഇങ്ങനെ ഒരു ലോ കമ്മീഷൻ്റെ ആവശ്യം എന്തായിരുന്നെന്ന് ചോദിച്ചാൽ, അവർക്ക് കൊടുത്ത ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ത്രൂ ഔട്ടായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു പീനൽ കോഡ് ഡ്രാഫ്റ്റ് ചെയ്യണം. അതായിരുന്നു ആ ഒരു കമ്മീഷന് കൊടുത്ത ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ. അത് പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യണം എന്നാണ് അവർക്ക് കൊടുത്ത ഡയറക്ഷൻ. അപ്പോൾ കമ്മീഷൻ എന്ത് ചെയ്തു? ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം ഇത് ആ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അത് ഏത് വർഷത്തിലാണെന്ന് ചോദിച്ചാൽ 1837 ഇവർ ആ ഒരു ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഡ്രാഫ്റ്റ് നിയമമായിട്ട് ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൊണ്ടുവന്നത് 1860 അതിന് ആ സമയത്തുണ്ടായിരുന്ന ഗവർണർ ജനറലിൻ്റെ അസൻറ്റ് കിട്ടുന്നത് 6 ഒക്ടോബർ 1860 ആ ഒരു ഡേറ്റാണ് നമ്മൾ ഡേറ്റ് ഓഫ് ഇനാക്ട്മെൻറ്റ് ഓഫ് IPC എന്ന് പറയുന്ന ഡേറ്റാണ് 6 ഒക്ടോബർ 1860 എന്ന് പറയുന്നത്. അതിനുശേഷം ഇത് കമൻസ്മെൻറ്റ്, അതായത് ഡേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് 1 ജാനുവരി 1862 ഇത് എൻഫോഴ്സ് ചെയ്യപ്പെടുന്നത് ജാനുവരി 1, 1862 60 തന്നെ ഇത് ഇനാക്ട് ചെയ്തെങ്കിലും 62 ഇത് എൻഫോഴ്സ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഇനാക്ട്മെൻറ്റോട് കൂടി, അതായത് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് വന്നതോടുകൂടി അതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു മുസ്ലിം ക്രിമിനൽ ലോ എന്ന് പറയുന്നത് ടോട്ടലി അങ്ങ് അബോളിഷ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ആ ഒരു യൂണിഫോമായിട്ടുള്ള ലോ ആയിട്ട് ഇന്ത്യൻ പീനൽ കോഡ് കൺസിഡർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഇന്ത്യൻ പീനൽ കോഡ് 1860 എന്ന് പറയുന്നത്, ഇപ്പം അതിൻ്റെ ഇയർ നമുക്കറിയാം. ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുമ്പം 1860 ഡേറ്റ് ഓഫ് ഇനാക്ട്മെൻറ്റ് 6 ഒക്ടോബർ 1860 ഡേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് 1 ജാനുവരി 1862 ഇത് നിലവിൽ വന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഏകദേശം 23 ചാപ്റ്ററും അതുപോലെ 511 സെക്ഷൻസുമായിരുന്നു ഉണ്ടായിരുന്നത്. 511 സെക്ഷനും 23 ചാപ്റ്ററുമായിരുന്നു ഇന്ത്യൻ പീനൽ കോഡിലുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഇത് ഒരുപാട് വട്ടം അമെൻമെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇന്ത്യൻ പീനൽ കോഡിന് ഒരുപാട് തവണ അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് ഇന്ത്യൻ പീനൽ കോഡിനെ പറ്റി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. എന്താണ് ക്രൈം, എന്തിനാണ് സ്റ്റേറ്റ് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ക്രിമിനൽ ലോ എന്ന് പറഞ്ഞിട്ടൊരു ലോ തന്നെ ഉള്ള കാര്യം പറയുന്നത്. പിന്നെ പണിഷ്മെൻറ്റ്സിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ക്രൈമിന് പലരും കൊടുത്ത ഡെഫിനിഷൻസ് പറഞ്ഞു. പിന്നെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ചരിത്രം. സോ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ലീഗൽ ടോപ്പിക്സ് അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.